എന്താണ് BIM ആണ് ഇനി ഫ്യൂച്ചർ. ഇവിടെ പ്ലേസ്മെന്റ് സപ്പോർട്ടും പിന്നെ പ്രോജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഹായ്, എൻ്റെ പേര് റുമൈസ ഫാത്തിമ. ഞാൻ KME എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എൻ്റെ 4th ഇയർ ടൈമിലാണ് ഞാൻ ഈ BIM-നെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോഴാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് അങ്ങനെ ജസ്റ്റ് ആ ഒരു പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ അതിൻ്റെ താഴെ വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴാണ് BIM-നെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് പഠിക്കണം, ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറണം, അങ്ങനൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് നോക്കിയത്. അങ്ങനെ BIM കഫേനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ കൂടുതൽ ഇൻഫർമേഷൻ എന്താണ് BIM ആണ് ഇനി ഫ്യൂച്ചർ. കോഴ്സിൻ്റെ ഒപ്പം പഠിക്കണമെന്നായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ BIM കഫേയിൽ വന്ന് ജോയിൻ ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 5 ദിവസത്തെ ഫ്രീ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ പിന്നെയും ഞങ്ങൾ പഠിക്കാൻ കയറിയത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇപ്പോൾ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ ഒരു ബിഗിനറിന് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ നല്ല ക്ലാസ്സസ് ആയിരുന്നു. ഞങ്ങൾ ഓഫ്ലൈനാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ കോഴ്സ് തീരാറായി. ഞങ്ങൾ പെരിലോഡിയുടെ പ്രോജക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത് ലാസ്റ്റോടെ ഞങ്ങളുടെ കോഴ്സ് തീരുന്നതാണ്. ഇവിടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും പിന്നെ പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമുക്ക് ലൈവ് പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെ അസസ്മെൻ്റ് ഒക്കെ തന്നായിരുന്നു. പിന്നെ ഇവർക്ക് തന്നെ ഒരു കമ്പനി ഉണ്ട്, DDG എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം DDGയിൽ വർക്ക് കൂടി ചെയ്യണോണ്ട് നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണവരല്ല, ഒരു പ്രൊഫഷണൽ ആയ ഒരാൾ വർക്ക് ചെയ്യണ പോലെയാണ് ഞങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത്.